നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. ഇതുവരെ കഴിഞ്ഞ ചില ഫെയിലുവർ ലൈഫിനെ കുറിച്ചും മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട. നിങ്ങൾക്ക് എതിരെ ഒരുപാട് എഴുത്തുകളും പ്രശ്നങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായി കാണും. യേശു ക്രിസ്തുവിനെതിരെ ഒരുപാട് പ്രൊപ്പഗണ്ടകൾ ഇറങ്ങി. എന്നാൽ യേശുവിനെ തകർക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു. പിതാവിന്റെ സമയം വരെ പറ്റിയില്ല. അതെല്ലാം പിതാവിനൊരു ടൈമുണ്ട്, പർട്ടിക്കുലർ ടൈം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുക. യാക്കോബിനെ ദൈവം ക്ഷാമകാലത്ത് വിതയ്ക്കാനിടയാക്കി. ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷാമകാലത്ത് വിതയ്ക്കാൻ ദൈവം പറഞ്ഞാൽ വിതയ്ക്കണം. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ക്ഷാമം അവനെ തകർക്കാനല്ല, അവനെ ലക്ഷ്യ പോയിന്റിലെത്തിക്കാൻ. ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, അത് വലുതാണ്. ആത്മീകന്റെ ജീവിതത്തിലും അനാത്മീകന്റെ ജീവിതത്തിലും ക്ഷാമങ്ങളുണ്ട്. ഇത് രണ്ടും രണ്ട് നിലയിലാണ്. എന്നാൽ ആത്മീകത്തിൽ നിൽക്കുമ്പോൾ ഇതിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് നമ്മെ നിർത്തും. നിങ്ങൾ ക്ഷാമകാലത്ത് വിതയ്ക്കാൻ തയ്യാറായിരിക്കും. നിങ്ങൾ കാറ്റിനെ നോക്കുന്നില്ല, നിങ്ങൾ മഴയെ നോക്കുന്നില്ല. നിങ്ങളോട് വിതയ്ക്കാൻ പറഞ്ഞ ദൈവം, നിങ്ങൾ ദൈവത്തെ അനുസരിച്ചത് നിമിത്തം നിങ്ങളുടെ വിത ഒരു ഫലമായി മാറും. ക്ഷാമകാലത്ത് 100 മേനി വിളവ് തരും.